ശരിയാണ്. ജോണി മുതലാളി എന്റെ പുറകിലുള്ളപ്പോ എനിക്ക് എന്തോ പേടി. കാരണം എന്നാ, ജോണി മുതലാളിയാണ് എന്റെ പുറകെ വരുന്നത്. ആര് പറഞ്ഞിട്ടാ ഞാൻ ബൈമേക്ക് വന്നത്? ജോണി മുതലാളി പറഞ്ഞിട്ട്. എന്തിനാണ് മുതലാളി ബൈമയെ കൊല്ലാൻ പറഞ്ഞു? അത് മാത്രം മുതലാളി എന്നോട് പറഞ്ഞില്ല. പക്ഷെ സദാരാവിൽ ഇതെല്ലാം മനസ്സിലായി. എന്ന് വെച്ച് ഞാൻ ആരോടും അങ്ങനെ പറയത്തൊന്നുമില്ല. കണ്ട അണ്ടനും അറോടിനും വേണ്ടി ഒരു ക്രൂരകൃത്യവും ഈ സദാരാമൻ ചെയ്യില്ല. പക്ഷെ മുതലാളിക്ക് വേണ്ടി എല്ലാം ചെയ്യും. എല്ലാ മുതലാളിക്ക് വേണ്ടി ഞാൻ എത്ര നാൾ വേണമെങ്കിലും മദ്രാസിൽ ഒളിച്ച് താമസിക്കും. തിരിച്ചു വന്നിട്ട് വേണം എനിക്ക് എന്റെ സുഭദ്രയെ കല്യാണം കഴിക്കണം. മുതലാളി, വല്ലതും വായിക്കണോ? വേണ്ട, ഇത്ര നേരത്തെ വരാമോ? വരാ. എന്താ സിനിമയ്ക്ക് വേണം? വേണ്ട, ഡോക്ടർ ഒന്ന് കാണണം. ഡോക്ടറോ? എന്താ അസുഖം? അസുഖമൊന്നുമില്ല. അസുഖമൊന്നുമില്ലെങ്കിൽ പിന്നെ എന്തിനാ ഡോക്ടറെ കാണുന്നത്? അസുഖം ഉണ്ടോ ഇല്ലെന്ന് ഡോക്ടർ തീരുമാനിക്കട്ടെ. നേരത്തെ വരൂ. ചേടാ, അസുഖം ഉണ്ടോ ഇല്ലെന്ന് തീരുമാനിക്കുന്നത് ഡോക്ടറാണ്. അതെന്താ അസുഖമാണ്? വരട്ടെ. എന്റെ ദൈവമേ, ആരുമില്ല എന്നെ അടിച്ചുവിടാൻ. അവിടെ കിടക്കാൻ ഇവിടുന്ന് അഴിച്ചു വിട്ടാണ്ടല്ലോ. ഞാൻ ഒന്ന് ഫോൺ ചെയ്താൽ മതി. മന്ത്രി ലെവലിൽ വരെ നിന്റെ ആൾക്കാർ വന്നു. എന്നെ പൊക്കും നോക്കിക്കോ. എടീ, നീ എന്നെ ആവശ്യത്തിന് വിളിച്ചിട്ട് എന്താ ഇത്? എന്തിനാ ഇയാളെ കെട്ടിയിട്ടിരിക്കുന്നത്? എന്റെ പൊന്നു മുതലാളി, ഇയാളെ കൊണ്ട് ഇവിടെ ജീവിക്കാൻ മേലാതായേക്കുക. ഒരു ദിവസത്തേക്കെന്നും പറഞ്ഞ് എന്റെ വാച്ച് മേടിച്ചോണ്ട് പോയതാ കഴിഞ്ഞ ആഴ്ച. ഇപ്പൊ ദേ വിറ്റ് തന്നേച്ച് വന്ന് നിൽക്കുന്നു. നിങ്ങൾ എന്തിനാ ഇയാൾക്ക് വാച്ച് കൊടുത്തത്? ഇയാളെന്താ പെണ്ണ് കെട്ടാൻ പോകുന്നു? ഇയാളുടെ ഭാര്യയുടെ അപ്പന് അസുഖം കൂടുതലാ, അവിടെ പോകാനാണെന്നും പറഞ്ഞാ വാച്ച് ചോദിച്ചത്. ഒരു ദിവസത്തേക്കല്ലേ ഓർത്ത് ഞാൻ കൊടുക്കുകയും ചെയ്തു. ഒന്നെങ്കിൽ എന്റെ വാച്ച്, അല്ലെങ്കിൽ എന്റെ രൂപ, ഇല്ലെങ്കിൽ തന്നെ കൊല്ലും. ഇടാൻ മാറിക്ക്. താൻ ആരുടെ കല്യാണം മുടക്കാനാ പോയത്? ഞാനൊരു കല്യാണം ആലോചിക്കാൻ പോയതാ. ആർക്കാ? ദാവത്താബീദിന് ഒരു ബന്ധുവീട്ടിൽ പോകാനാണെന്നും പറഞ്ഞ് അവനാ എന്റെ നിന്ന് വാച്ച് വാങ്ങിച്ചോണ്ട് പോയത്. ഇതൊക്കെ താൻ ഇവരോട് പറഞ്ഞാ മതി. സത്യം പറ, താൻ ഏത് ഷാപ്പിലാ അത് പണയം വെച്ചത്? എന്റെ സ്വഭാവം എനിക്കറിയാമല്ലോ. എന്റെ പൊന്നു കുഞ്ഞെ, ഞാൻ പറഞ്ഞ സത്യമാണ്. കൈ കാശില്ലാഞ്ഞിട്ട് 10-30 മൈൽ നടന്ന് തല കറങ്ങി വീണപ്പോ ആ പരമുവാ എന്നെ വീട്ടിൽ കൊണ്ടുപോയി ചോറ് തന്നത്. പിന്നെ അവൻ വണ്ടിക്കൂലി തന്നു. അങ്ങനെയാണ് ഞാനിവിടെ വന്നത്. ഏതായാലും പോട്ടെ. ഇനിയിപ്പോ ഇയാളെ തല്ലിയിട്ട് എന്താ കാര്യം? വെറുതെ മഹാഭാവം വലിച്ചു വെക്കുന്ന എന്തിനാ? അഴിച്ചുവിട്ടേക്ക്. വാച്ചിന്റെ പൈസ ഞാൻ തരാം. ആശാൻ എന്തിനാ ഈ പന്നപ്പണിക്കൊക്കെ പോകുന്നത്? ആശാൻ ഈ ഒരൊറ്റ മുണ്ടേ ഉള്ളൂ. ഞാനൊരു പാവപ്പെട്ടവനല്ലേ കുഞ്ഞെ, അത്താഴ പട്ടിണിക്കാരൻ. അതൊക്കെ പോട്ടെ. ഞാനൊരു ജോലി തന്നാൽ ആശാന് ചെയ്യാൻ പറ്റുമോ? ഓ, നാളെ മുതൽ എന്റെ വക എല്ലാ കൃഷിസ്ഥലങ്ങളുടെയും മേൽനോട്ടം ആശാനാണ്.
എന്റെ പൊന്നു കുഞ്ഞേ, എന്തായി കാണിക്കുന്നത്? കൊച്ചു പിള്ളേരെ പോലെ എഴുന്നേക്ക്. ഇന്ന് മുതൽ ആശാൻ എന്റെ ആളാണ്. ശമ്പളം ഞാൻ പറയുന്നില്ല, ഇഷ്ടമുള്ളത് അങ്ങ് എഴുതിയെടുത്തോണം. എന്താ? ആശാൻ വെക്കോ? നാളെ രാവിലെ ഇങ്ങ് എത്തിയേക്കണം. ചെല ഒരു കാര്യം ചോദിക്കാൻ ഞാൻ മറന്നുപോയി. പരമുവിനെ എവിടെ വെച്ച് കണ്ടെന്നാ പറഞ്ഞേ? അടിവാരത്തില്. ഞാനൊന്ന് വരാൻ കുറെ വൈകും. ഒരു പാർട്ടി പാലക്കാട് ട്രിപ്പ് പറഞ്ഞിട്ടുണ്ട്. എത്ര വൈകാലും ഞാനിങ്ങ് എത്തും. ഇതൊക്കെ ഒരു കാര്യം ചെയ്യും, ആ നാണിയമ്മയെ കൂടെ കൂട്ടിന് വിളിച്ചു. ഒന്ന് നിന്നേ, ഏതെങ്കിലും ഒരു വെല്ലി തൊട്ടെ. എന്തിനാ? തൊട്ടെ പറയാം. ഇന്നത്തെ പാലക്കാട് ട്രിപ്പ് ക്യാൻസൽ ആവും. ഓ പിന്നെ, പാതി കാശ് ഒരു അഡ്വാൻസ് തന്നതാ. എന്തായാലും ഇന്നത്തെ ട്രിപ്പ് ക്യാൻസൽ. ബെറ്റുണ്ടോ? ട്രിപ്പ് ക്യാൻസൽ ആയാൽ ഈത കുഞ്ഞിന് സാരി, ക്യാൻസൽ ആയില്ലെങ്കിലോ? ക്യാൻസൽ ആയില്ലെങ്കിൽ എനിക്കൊരു ബ്ലൗസ് പീസ്. ശരി, അതുള്ളവല്ലോ അല്ലേ? സാരിയുടെ കളർ ഞാൻ പറയട്ടെ, റെഡ്. എവിടെയടി അവൻ? ഗീതക്കുഞ്ഞെ, ഗീതക്കുഞ്ഞെ, പെറ്റ് ജയിച്ചു കേട്ടാ.